നമസ്കാരം. കേരളത്തിൽ ചപ്പാത്തി വന്നിട്ട് 100 വർഷം പിന്നിടുന്നു. തമാശ പറഞ്ഞതല്ല, സത്യമാണ്. ചോറ് പോലെ തന്നെ മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒരു വിഭവമാണ് ചപ്പാത്തി. കഞ്ഞിയും ചോറും മാത്രം കഴിച്ച് ശീലിച്ച മലയാളി ഇടയ്ക്കെപ്പോഴോ ചപ്പാത്തിയിലേക്കും ചുവടുവെച്ചു. ഇന്ന് പല വീടുകളിലും രാത്രി ചോറിന് പകരം ചപ്പാത്തിയാണ് കഴിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ചപ്പാത്തി വന്നിട്ട് 100 വർഷം തികഞ്ഞു. ചപ്പാത്തിയുടെ ഈ കടന്നുവരവിന് നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇനി ആ കഥയിലേക്ക് പോകാം. കഥ നടക്കുന്നത് 1924. യാഥാസ്ഥിതികരുടെ എതിർപ്പിനെ മറികടന്ന് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന പ്രക്ഷോഭം പിന്നീട് കേരളം മുഴുവൻ ആളിപ്പടർന്നു. ദളിതർക്കൊപ്പം ക്രിസ്ത്യൻ, ഇസ്ലാം മതവിശ്വാസികളും പുരോഗമന സവർണരും അണിനിരന്നു. അകാലി, സിഖ് മതവിഭാഗങ്ങളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. 1924 ഏപ്രിൽ 29 അന്ന് അമൃത്സറിൽ നിന്ന് സർദാർ ലാൽ സിംഗിൻ്റെയും ബാബ കൃപാൽ സിംഗിൻ്റെയും നേതൃത്വത്തിലുള്ള 12 അകാലികൾ വൈക്കത്ത് ധാന്യവുമായി എത്തി. പ്രതിഷേധക്കാരെ സഹായിക്കാനായിരുന്നു ഇത്. 1924 മെയ് 5 മുതൽ 7 വരെ അകാലി അടുക്കളയിൽ പ്രതിഷേധക്കാർക്കായി അഗ്നിയെരിഞ്ഞു. 30,000 പ്രതിഷേധക്കാർക്കാണ് അകാലികൾ രുചികരമായ ചപ്പാത്തിയും സബ്ജിയും വിളമ്പിയത്. അന്നുവരെ ചോറ് മാത്രം കഴിച്ചു ശീലിച്ച മലയാളികൾ ആദ്യമായി ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി കഴിച്ചു. മറ്റൊരു ദേശത്തെ പ്രതിഷേധത്തിന് വേണ്ടി സ്വയം മറന്ന് കേരളത്തിലെത്തിയ സിഖുകാരെയും അവർ വിളമ്പിയ പുതുരുചിയെയും കേരളക്കരയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒടുവിൽ പ്രതിഷേധക്കാർ ആരുടെയും ആശ്രയമില്ലാതെ മുന്നോട്ട് പോകണം എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം മാനിച്ചാണ് അകാലികൾ കേരളം വിട്ടത്. 100 കണക്കിന് പേരാണ് അകാലികളെ യാത്ര അയക്കാൻ അന്ന് തടിച്ചുകൂടിയത്. 604 ദിവസം നീണ്ടുനിന്ന ഈ സത്യാഗ്രഹത്തിനൊടുവിൽ 1936 നവംബർ 12 എല്ലാ ഹിന്ദുമത വിശ്വാസികൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വിളംബരം പുറപ്പെടുവിച്ചു. വൈക്കം സത്യാഗ്രഹം അവിടെ അവസാനിച്ചുവെങ്കിലും അകാലികൾ അന്ന് വിളമ്പിയ ചപ്പാത്തിയെ കേരളം നെഞ്ചോട് ചേർത്തു. വർഷങ്ങൾക്കിപ്പുറവും ചോറ് കഴിഞ്ഞാൽ വീടുകളിൽ ഏറ്റവും അധികം വിളമ്പുന്ന ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ചപ്പാത്തി. അപ്പോൾ ഇനി ചപ്പാത്തി കഴിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ നാട്ടിൽ ചപ്പാത്തി അവതരിച്ചിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞു.